ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒന്നും അറിയാത്തവർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പാണ്. മോഡലോ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ആ ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ 2.5 മീറ്റർ തുണി ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മടക്കിയിടുക. ഇതുപോലെ ഫുള്ളാക്കി മടക്കിയിട്ടതിന് ശേഷം ഈ ടോപ്പിൽ വർക്ക് വരുന്നുണ്ട്, താഴെ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് വരുന്ന ഭാഗം മേലോട്ട് വെച്ചിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിടണം. ഓപ്പൺ വരുന്ന ഭാഗം ഇങ്ങനെയാണ് ഇടേണ്ടത്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഓപ്പൺ ഇല്ലാത്ത ഭാഗം വരണം. അപ്പോൾ ഞാനിത് ഇതുപോലെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. നമ്മളിവിടെയാണ് നെക്കൊക്കെ ഷോൾഡർക്ക് അളവെടുക്കുന്നത്. ഇതുപോലെ 4ആക്കി മടക്കിയിടുക. അതിനുശേഷം ലെങ്ത്താണ് എടുക്കുന്നത്. ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് ഒരു 46 ഇഞ്ചാണ്. 1 ഇഞ്ച് ഞാൻ കൂട്ടി 47 ഇഞ്ച് എടുക്കുകയാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പോൾ 47 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അടുത്തെടുക്കാൻ പോകുന്നത് ഷോൾഡറാണ്. ഷോൾഡർ ഇവിടെ ഒരു 7 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഷോൾഡർ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. പിന്നെ അതേപോലെ ആം ഹോൾ എടുക്കാനാണ്. അപ്പോൾ ഷോൾഡർ നമ്മൾ അളവെടുത്തതിന് നേരെ താഴോട്ട് ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെസ്റ്റാണ് എടുക്കുന്നത്. എനിക്കിവിടെ ചെസ്റ്റ് വേണ്ടത് എനിക്കിവിടെ ഒരു 11 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത്. അപ്പോൾ ചെസ്റ്റ് 11 ഇഞ്ച് എടുത്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ചെസ്റ്റ് 11 ഇഞ്ച് എടുത്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുണ്ട്. അടുത്തെടുക്കാൻ പോകുന്നത് വേസ്റ്റാണ്. അതായത് ഷേപ്പിൻ്റെ ഭാഗമാണ്. ഷേപ്പിൻ്റെ ഭാഗം ഇതിൽ വരുന്നത് ഒരു 15 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ആ 15 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് വരച്ചു കൊടുക്കുക. ഇത് ഷേപ്പിൻ്റെ ഭാഗമാണ്. ഇത് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ട് 15 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഹിപ്പാണ് എടുക്കുന്നത്. അതായത് ഓപ്പൺ വരുന്ന ഭാഗം. ഹിപ്പിൻ്റെ ഭാഗം എനിക്കിവിടെ വേണ്ടത് ഒരു 21 ഇഞ്ചാണ്. ആ 21 ഇഞ്ചും ഇതുപോലെ എടുത്തിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗമാണ്. 21 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഷേപ്പിൻ്റെ വേസ്റ്റ് എടുക്കണം. ഷേപ്പിൻ്റെ വേസ്റ്റ് ഇതിൽ വരുന്നത് ഒരു 10 ഇഞ്ചാണ്. ചെസ്റ്റിൻ്റെ നമ്മൾ 11 ഇഞ്ച് ചെസ്റ്റിൻ്റെ വേസ്റ്റ് എടുത്തു. ഷേപ്പിൻ്റെ വരുന്നത് ഒരു 10 ഇഞ്ചാണ്. ഇനി ഹിപ്പിൻ്റെ വരുന്നത് ഒരു 12 ഇഞ്ചാണ് വരുന്നത്. ഹിപ്പിൻ്റെ ഒരു 12 ഇഞ്ച് എടുത്തു. ഇനി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു വളച്ച പോലെ വരണം. ഇനി അടുത്ത് തയ്യൽ തുമ്പിനായിട്ട് ഇതിൽ 1 ഇഞ്ചാണ് ഞാൻ കൂട്ടുന്നത്. അപ്പോൾ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ 11 ഇഞ്ചാണ് എടുക്കുന്നത്. ഹിപ്പിൻ്റെ അവിടെ 22, ഒന്നും കൂടി 23 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് അതും ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് 1 ഇഞ്ച് കൂട്ടിയും വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇവിടെ താഴേക്കാണ്. അത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാനിത് ഇതുപോലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ താഴത്തെ ഫ്ലെയർ എനിക്കിവിടെ വേണ്ടത് ഒരു 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 15 ഇഞ്ച് ഫ്ലെയർ എടുക്കുകയാണ്.
ഇതൊരു ഓപ്പൺ വെച്ചിട്ടുള്ളൊരു ടോപ്പാണ്. കൂടുതൽ ഓപ്പൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ താഴെ 15 ഇഞ്ച് ഫ്ലെയർ എടുത്തു. അത് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഇവിടെയും 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇതുപോലെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇതുപോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ കസ്റ്റമറിൻ്റെ അളവ് ടോപ്പ് എടുത്തിട്ട് അളവെടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിലുള്ളത് പോലെയാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മൾ ചെസ്റ്റ് എടുത്തു 11 എടുത്തു 1 ഇഞ്ച് കൂട്ടി, വേസ്റ്റ് എടുത്തു 10 എടുത്തു 1 ഇഞ്ച് കൂട്ടി, താഴെ ഹിപ്പ് 12 എടുത്തു 1 ഇഞ്ച് കൂട്ടി, തയ്യൽ തുമ്പ് കൂട്ടി. പിന്നെ ഇതുപോലെ ഓപ്പണിൻ്റെ ഭാഗം ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് 1 ഇഞ്ച് കൂട്ടിയിട്ട്. അപ്പോൾ ഇതിൽ നെക്ക് ഞാൻ എടുക്കുന്നില്ല, അതായത് ബാക്കും ഫ്രണ്ടും നെക്ക് ഇതിലിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അത് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നെക്ക് ഇപ്പോൾ അളവെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആം ഹോളാണ് ഇനി വരയ്ക്കാനുള്ളത്. ഇപ്പോൾ നെക്ക് ക്യാൻവാസിൽ ചെയ്യാൻ അത് നമ്മളൊരു പീസിൽ ഒട്ടിച്ചിട്ട് നെക്ക് ക്യാൻവാസിലാണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഷേപ്പൊക്കെ വന്നിരിക്കുന്നത്. ഇതുപോലെ 46 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് കൂട്ടിയിട്ടും 47 ഇഞ്ചാണ് ലെങ്ത്തും എടുത്തിരിക്കുന്നത്. നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പാണ്, വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇനിയിപ്പോൾ ഫസ്റ്റായിട്ട് പഠിക്കുന്നവർക്കും തുണിയൊക്കെ ഇതുപോലെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യാനൊക്കെ ഒരു ഭയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പഴയ തുണി വെച്ചിട്ട് ചെയ്താൽ മതി. പഴയ സാരിയോ പഴയ മുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പഴയ തുണി വെച്ചിട്ട് ഫസ്റ്റ് ഒരു 1-2 പീസൊക്കെ തയ്ച്ച് നോക്കുക. ശേഷം നമ്മൾ പുതിയ തുണി കട്ട് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പഴയ തുണിയിൽ തന്നെ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ആം ഹോളും വരച്ച് വെച്ചിട്ടുണ്ട്. ആം ഹോൾ ഈ 2 സൈഡ് ഞാനൊരു 2.5 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇവിടെ ഷോൾഡറാണ്. ഇതിനൊന്ന് 2 ആക്കി എടുത്തു, 2 പീസാക്കി. അതിൽ ബാക്ക് പീസ് മാറ്റി വയ്ക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് പീസ് വരുന്നത്. ഈ ഫ്രണ്ട് പീസിൽ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ അതും കുഴിച്ച് വെട്ടുകയാണ്. അതും കുഴിച്ച് വെട്ടി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് സ്ലീവാണ് ചെയ്യുന്നത്. ബാക്കി പീസ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് എനിക്കിതിൽ ഒരുപാട് ഇറക്കമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓപ്പൺ ഇല്ലാത്ത ഭാഗം ഇവിടെ നിന്ന് തന്നെ എടുക്കുകയാണ്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് ഒരു 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സൈഡ് അതുപോലെ ഒരു 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. സ്ലീവ് ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. പിന്നെ സ്ലീവിൻ്റെ സെൻറ്ററും അളവിൻ്റെ സൈഡും ഒന്ന് മാർക്ക് ചെയ്യുക. നെക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ടാണ്. ഇതുപോലെ 2 പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി നമ്മൾ 2 പീസ് വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്റ്റാപ്ലർ കൊണ്ടൊന്ന് ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ എനിക്ക് നെക്ക് ആവശ്യം ഒരു 3 ഇഞ്ചാണ്. നെക്ക് വൈഡാണ് ഇതെടുക്കുന്നത്. അപ്പോൾ നെക്ക് വൈഡ് ഒരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്ക് ആവശ്യം ഒരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഫ്രണ്ട് ഇറക്കമാണിത്. 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നെക്ക് ഫ്രണ്ട് ഇറക്കം ഒരു 6 ഇഞ്ചും നെക്ക് വൈഡ് ഒരു 3 ഇഞ്ചുമാണ് വേണ്ടത്. അതുപോലെ താഴത്തെ വൈഡും ഇതുപോലെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്ക്വയർ നെക്കാണ്. സ്ക്വയറാണ്, ബാക്കും ഫ്രണ്ടും സ്ക്വയറാണ് വരുന്നത്. പിന്നെ ബാക്കിൽ ഇതുപോലെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇറക്കം. ബാക്ക് ഇറക്കം കുറച്ച് മതി. ബാക്ക് ഇറക്കം ഇതുപോലെ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബാക്ക് വൈഡും 3 ഇഞ്ചാണ് വെക്കുന്നത്. നമ്മൾ ഈ ബാക്ക് ഫ്രണ്ടും ഈ വൈഡിൽ ഫുള്ളായിട്ട് തന്നെ
വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ 1 ഇഞ്ച് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെയും കൂടി വരച്ചു കൊടുക്കണം. ഇതിപ്പോൾ മേലെ കാണുന്ന ഈ ക്യാൻവാസ് 6 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് നെക്കാണ്. ബാക്ക് നെക്ക് അടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബാക്ക് നെക്കിൻ്റെ അളവിനാണ് ഇപ്പോൾ ഞാനൊരു 3 ഇഞ്ച് ഇതുപോലെ വരച്ചിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ടിൽ ഇതേ കിടക്കുന്ന പീസാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ നെക്കൊക്കെ ഇതുപോലെ ക്യാൻവാസിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നെക്കൊക്കെ വൃത്തിയായിട്ട് ഉണ്ടാവും. അപ്പോൾ ആവുന്നതും എല്ലാവരും ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഇതിപ്പോൾ ഇത് ബാക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഇതേ ഫ്രണ്ടിനേക്കാണ് ചെയ്യുന്നത്. ഫ്രണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ.